ഒരു മാസം മുമ്പ് സുഹൃത്തിനൊപ്പം ഒളിച്ചോടിയ ഭാര്യയുടെ താമസ സ്ഥലം കണ്ടെത്തി ആക്രമണം നടത്തി ഭർത്താവ്. തിരുവനന്തപുരം നെടുമങ്ങാടാണ് നെട്ടയിലാണ് ഈ സംഭവം. അസം സ്വദേശിയായിട്ടുള്ള ഗോവിന്ദാണ് ഭാര്യ പ്രിയയെ ആക്രമിച്ചത്. പ്രിയയുടെ കഴുത്തിനും ഗോവിന്ദിന്റെ വയറ്റിലും പരിക്കേറ്റു. ഗോവിന്ദ് സ്വയം മുറിവേൽപ്പിച്ചതാണെന്നും അതല്ല ഇരുവരും പരസ്പരം ആക്രമിച്ചതാണെന്നും വിവരങ്ങളുണ്ട്. രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരെ വിശദമായി ചോദ്യം ചെയ്താലേ കാര്യങ്ങളിൽ വ്യക്തത വരൂ എന്നാണ് പോലീസ് പറയുന്നത്. നിർമ്മാണ തൊഴിലാളിയായ അസം സ്വദേശി ഗോവിന്ദും പ്രിയയും ശ്രീകാര്യത്താണ് താമസിച്ചിരുന്നത്. ഒരു മാസം മുമ്പ് പ്രിയ സുഹൃത്തിനോടൊപ്പം ഒളിച്ചോടി. തുടർന്ന് ഇരുവരും നെടുമങ്ങാട് നെട്ടയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇവരുടെ താമസ സ്ഥലം കണ്ടെത്തിയ ഗോവിന്ദ് ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് വിവരം. ഭാര്യയുടെ കഴുത്തറുത്ത് കൊല്ലാനായിരുന്നു ശ്രമം. സ്വന്തമായി വയറ്റിൽ കുത്തിയ ശേഷമായിരുന്നു അതിക്രമം. അതേസമയം ഇരുവരും പരസ്പരം ആക്രമിക്കുകയായിരുന്നു എന്ന് സംശയിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. വീട്ടിൽ ചോരയിൽ കുളിച്ച നിലയിലാണ് ഇരുവരെയും കണ്ടത്. 2 മാസമായി ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ആസാം സ്വദേശികളാണ്. 2 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഈ പ്രിയയും ഗോവിന്ദും ഇവർ പരസ്പരം കുത്തി എന്നാണ് അറിയുന്നത്. കത്തി കൊണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല. ബാക്കി ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരെയും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെടുമങ്ങാട് പോലീസ് എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. യുവതിയുടെ പരിക്ക് ഗുരുതരമാണ്. സുഖം പ്രാപിക്കുന്ന മുറയ്ക്ക് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 നെടുമങ്ങാട്.